ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. അപ്പോൾ 3 മണിക്ക് എണീറ്റിട്ടുള്ള ഒരു പരിപാടിയാണ് ഇപ്പോൾ ഇത് കേട്ടോ. നല്ല ഉറക്കം വരണമൊക്കെ ഉണ്ട്. എങ്ങനെയൊക്കെയോ നല്ല തണുപ്പത്ത് കുളിച്ച് ഇതേ ഡ്രസ്സൊക്കെ ഇട്ടിട്ട് റെഡി ആവാൻ നോക്കുകയാണ്. അപ്പോൾ മനസ്സിലായി കാണുമല്ലോ, ലച്ചുവിൻ്റെ ബർത്ത്ഡേക്ക് ഞങ്ങൾ അമ്പലത്തിൽ പോവുകയാണ്. ഗുരുവായൂരാട്ടാ പോകുന്നത്. സമയം കണ്ടില്ല നിങ്ങൾ? 3 മണിക്ക് എണീറ്റ് 4 മണിയൊക്കെ ആയിട്ടോ ഉറങ്ങാൻ. അപ്പോൾ അത്രയും നേരം ഞങ്ങളിത് ഡ്രസ്സൊക്കെ മാറി, പിന്നെ ലച്ചുവിന് ഒരുക്കി വരാനൊക്കെ, കുഞ്ഞു കുട്ടിയല്ലേ, അപ്പോൾ അതിൻ്റേതായ കുറച്ച് വിഷമങ്ങളൊക്കെ ഉണ്ടായി. കഴിഞ്ഞിട്ട് ഞങ്ങൾ ഇറങ്ങുകയാണ്. അപ്പം ഞങ്ങൾ കാറിലാണ് പോണത്. ഇവിടുന്ന് നേരെ ഗുരുവായൂരിലേക്കാട്ടാ. അപ്പോൾ ഒന്ന് നേരത്തെ പോണതെന്ന് വെച്ചാൽ ഉള്ളിൽ കയറി കണ്ണനൊക്കെ കണ്ട് പ്രാർത്ഥിക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പം അതുപോലെ തന്നെ ആയി, ഞങ്ങൾക്ക് കണ്ണനെ കാണാനൊക്കെ പറ്റിയിട്ടോ. ഞങ്ങൾ നേരത്തെ വന്നുകൊണ്ട് തന്നെ ഞങ്ങൾക്ക് അകത്തൊക്കെ കയറി പ്രാർത്ഥിക്കാനൊക്കെ പറ്റിയിട്ടോ. പിന്നെ ഞങ്ങൾ അവിടെ നിന്ന് ചായ കുടിച്ചു, ഉപ്പുമാവും ചായയൊക്കെ കുടിച്ചു. പിന്നെ ഫോണൊന്നും അങ്ങനെ എടുത്തിട്ടുണ്ടായിരുന്നില്ല, ഇറങ്ങിയതിൻ്റെ ശേഷമാണ് എടുത്തത്. അതുകൊണ്ട് കുറേ വീഡിയോ ഒന്നും നല്ലത് എടുക്കാനൊന്നും പറ്റിയില്ല കേട്ടോ. ഇതിപ്പോൾ ഞങ്ങൾ ചായയൊക്കെ കുടിച്ചിട്ട് ഇത് അമ്പലത്തിൻ്റെ ഫ്രണ്ട് വശത്തേക്ക് നടന്ന് പോവുകയാണ്. അവിടെ പോയിട്ട് ഇപ്പോൾ ഫോട്ടോ ഒക്കെ എടുക്കാൻ വേണ്ടിയിട്ട് ചെല്ലുകയാണ് കേട്ടോ. അപ്പോൾ അവിടെ നിന്നിട്ട് ലച്ചുവിൻ്റെ വീഡിയോസൊക്കെ എടുക്കുന്ന സമയത്ത്, ലച്ചു അവിടെ നിൽക്കുന്ന സമയത്ത് ഒരമ്മ, അറിയാത്തൊരമ്മയാണ്, അമ്മ ഞങ്ങൾക്ക് പ്രസാദം കൊടുന്നതാണ് കേട്ടോ. ലച്ചു അത് ഞെട്ടിപ്പോയി. പെട്ടെന്ന് കണ്ണ് തുറന്നപ്പോൾ ഒരാൾ കയ്യിൽ ഇത് കൊടുത്തപ്പോൾ അങ്ങനെ ഞങ്ങളിതേ തിരിച്ച് നടക്കുകയാണ്. അപ്പോൾ അവിടുത്തെ ഓരോ കടയിലേക്കായിരുന്നു പിന്നെ ഞങ്ങളുടെ കണ്ണൊക്കെ നല്ല ഭംഗിയുണ്ടായിരുന്നു കാണാനിട്ടോ. അപ്പോൾ ദൈവത്തിൻ്റെ കുറേ ഫോട്ടോസും വിഗ്രഹങ്ങളും അങ്ങനെ കുറേ സംഭവങ്ങളുണ്ടായിരുന്നു കേട്ടോ. നല്ല രസമായിരുന്നു. പിന്നെ ലച്ചു അതൊക്കെ നോക്കി ഇങ്ങനെ അമ്മ കൊടുത്ത പ്രസാദവും കഴിച്ചിട്ട് ഇങ്ങനെ നടക്കുകയായിരുന്നു കേട്ടോ. ഇന്ന് പിന്നെ ലച്ചുവിൻ്റെ ബർത്ത്ഡേ ആണല്ലോ, അതുകൊണ്ട് പിന്നെ ലച്ചുവിന് എന്താ പറയുക, അതിൻ്റെ സന്തോഷത്തിലാണ് ലച്ചു കേട്ടോ. പിന്നെ ഞങ്ങൾ പുറത്തോട്ട് ഇറങ്ങിയപ്പോൾ അവിടെ കുറേ പ്രാവുകളൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. അവിടെ ഫുഡൊക്കെ കഴിക്കുന്നുണ്ടായിരുന്നു. നല്ല രസമുണ്ടായിരുന്നു പ്രാവുകളൊക്കെ കേട്ടോ. പിന്നെ അത് കഴിഞ്ഞ് ഞങ്ങൾ ആനക്കോട്ടയൊക്കെ കാണാൻ വേണ്ടി പോയിട്ട് അവിടെ ചെന്നിട്ട് അച്ഛൻ്റെ അമ്മയുടെയും ഫോട്ടോ എടുക്കുകയാണ് ലച്ചു കേട്ടോ. അപ്പം ഞങ്ങളുടെ ഗുരുവായൂർ വിശേഷങ്ങൾ ഇത്രയൊക്കെ ഉള്ളൂ. അപ്പോൾ എല്ലാവരും വീഡിയോ ഒക്കെ കാണുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. ഇനി ഞങ്ങളുടെ ബർത്ത്ഡേ സെലിബ്രേഷനും ഞങ്ങൾ ആനക്കോട്ടെ പോയ വീഡിയോസൊക്കെ വരാനുണ്ട്. അപ്പോൾ അതിനായിട്ട് എല്ലാവരും വെയിറ്റ് ചെയ്യുക, കാണാൻ മറക്കരുത്. അപ്പോൾ അടുത്ത വീഡിയോ ആയിട്ട് വരുന്നവരെ ടാറ്റാ, ബൈ ബൈ.